ആത്മീയ വാതിലുകൾ എങ്ങനെയാണ് തുറക്കപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള വാതിലുകളുണ്ട്. ഒന്ന് ദൈവം തുറക്കുന്ന വാതിലുകൾ, 2 അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശത്രുവിന് തുറന്നു കൊടുക്കുന്ന വാതിലുകൾ. അപ്പം ദൈവം തുറക്കുന്ന വാതിലുകൾ അനുഗ്രഹത്തിൻ്റെയും വിളിയുടെയും കൃപയുടെയും സംരക്ഷണത്തിൻ്റെയും വാതിലുകളാണ്. എന്നാൽ പാപം, അനുസരണക്കേട്, അശുദ്ധമായ ബന്ധങ്ങൾ, തെറ്റായ എഗ്രിമെൻറ്റുകൾ, തെറ്റായ വാക്കുകൾ എന്നിവയിലൂടെ നമ്മൾ ശത്രുവിന് തുറന്നു കൊടുക്കുന്ന ചില വാതിലുകളുമുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ വചനം പറയുന്നു, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇത് വളരെ ശക്തമായ ഒരു വചനമാണ്. പിശാച് ഒരു വ്യക്തിയുടെ, വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ ആദ്യം ഒരു ഇടം, ഒരു ഗേറ്റ് അന്വേഷിക്കുന്നു. ഇതൊരു ചെറിയ ഗേറ്റ് ആകാം, ചിലപ്പോൾ ഒരു അനുസരണക്കേടിൻ്റെ ഗേറ്റ് ആകാം, ക്ഷമിക്കാത്ത ഒരു മനസ്സാകാം, ഒരു രഹസ്യ പാപമാകാം, അല്ലെങ്കിൽ ഭയത്തിൻ്റെ എന്തെങ്കിലും മേഖലകളാകാം, തെറ്റായ എഗ്രിമെൻറ്റുകളോ തെറ്റായ ബന്ധങ്ങളോ ഒക്കെ ആകാം ഈ ഒരു ചെറിയ ഗേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വെറും അറിവിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ചൊരു ആത്മീയ പരിശോധനയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശത്രുവിന് ഇടം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ദൈവം അടച്ച വാതിലുകൾ നിങ്ങൾ വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ലാത്ത ചിന്തകൾക്ക് നിങ്ങൾ സ്ഥലം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ജനറേഷണൽ ലൈനിൽ ഇപ്പോഴും ചില പൈശാചിക വാതിലുകൾ തുറന്നു കിടപ്പുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ആത്മീയ വാതിലുകൾ ആദ്യം ഹൃദയത്തിലാണ് തുറക്കപ്പെടുന്നത്. സുഭാഷിതങ്ങൾ പ്രോവർബ്സ് 4:23 വചനം പറയുന്നു, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണല്ലോ ഒഴുകി വരുന്നത്. അപ്പം ശത്രു നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ആദ്യം വരണമെന്നില്ല. അവൻ ആദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിലാണ് വരുന്നത്. ഒരു ചിന്തയായി, ഒരു ഓർമ്മയായി, ഒരാഗ്രഹമായി, ഒരു വേദനയായി, ഒരു പ്രതികാര ചിന്തയായിട്ടൊക്കെ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലെങ്കിൽ അശുദ്ധമായ ഒരു ആകർഷണമായി. അപ്പോൾ ഒരു മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് അവൻ പലപ്പോഴും ഹൃദയത്തിൻ്റെ വാതിലാണ് ശത്രുവിന് തുറന്നു കൊടുക്കുന്നത്. അശുദ്ധിയുടെ പ്രവൃത്തിയിൽ നമ്മൾ വീഴുന്നതിന് മുമ്പ് ആ ചിന്തകൾക്ക് നമ്മൾ ഇടം കൊടുക്കും. കോപം നമ്മുടെ വായിൽ വരുന്നതിന് മുമ്പ് അത് ഹൃദയത്തിൽ ആളിക്കത്തും. വഞ്ചന നമ്മുടെ കൈകളിൽ വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ അതിൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്തും. പിന്മാറ്റം ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടൊരു തണുപ്പ് അനുഭവിച്ചു തുടങ്ങും. അപ്പോൾ ഹൃദയമാണ് പ്രധാനമായിട്ടുള്ളൊരു വാതിൽ. അപ്പോൾ ഹൃദയത്തിൻ്റെ വാതിൽ കാക്കാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ അറിയാത്തവന് ജീവിതത്തെയും സൂക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവം കായനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, പാപം നിൻ്റെ വാതിൽ പടിയിൽ എന്താണ്? അത് കിടക്കുന്നു, അതിന് നിൻ്റെ മേലൊരാഗ്രഹമുണ്ട്, പക്ഷെ നീ അതിനെ കീഴടക്കണം, അതിനെ ഭരിക്കണം. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ ആദ്യകാലത്ത് തന്നെ ദൈവം നൽകിയ ഒരു ആത്മീയ മുന്നറിയിപ്പാണ് എന്ത്? പാപത്തെ നമ്മൾ സൂക്ഷിക്കണം, അതിന് നമ്മുടെ മേൽ ആഗ്രഹമുണ്ട്. അപ്പോൾ പാപം എന്ന് പറയുന്നത് അകലെയുള്ളൊരു സംഭവമല്ല, പാപം നമ്മുടെ പടിവാതിൽ തന്നെ കിടക്കുന്നു. അതായത് പാപം ഒരവസരം കാത്തു കിടക്കുന്നു. കായൻ ആദ്യം കൊലപാതകം ചെയ്തില്ല, അവൻ ആദ്യം അസൂയയ്ക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തു, പിന്നെ കോപത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു, പിന്നെ ദൈവത്തിൻ്റെ തിരുത്തലിനെ അവഗണിച്ച് നിരസിക്കുന്ന ഒരു വാതിൽ തുറന്നു കൊടുത്തു, അവസാനം അത് കൊലപാതകത്തിൽ അവസാനിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയ രഹസ്യം നമുക്ക് കാണാൻ സാധിക്കും. വലിയ വീഴ്ചകൾ പലപ്പോഴും ചെറിയ വാതിലുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയൊരു അസൂയ, ചെറിയൊരു കള്ളം, ചെറിയ ചില അഹങ്കാര ചിന്തകൾ, ചെറിയ ഒരു അശുദ്ധമായ കാഴ്ചകൾ, ചെറിയ അനുസരണക്കേടുകൾ, ചെറുതെന്ന് കരുതിയത് വലിയൊരു ആത്മീയ വാതിലായി മാറ്റപ്പെടും. ഇനി ഒരു മനുഷ്യൻ ക്ഷമിക്കാത്തപ്പോൾ അവനൊരു ആത്മീയ വാതിൽ ശത്രുവിന് തുറന്നു കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു കർത്താവ് ക്ഷമിക്കാത്ത ഒരു ദാസൻ്റെ ഉപമ പറയുന്നുണ്ട്. യജമാനൻ അവനെ പീഡിപ്പിക്കുന്നവർ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു സത്യമാണ്. ക്ഷമിക്കാത്ത മനസ്സ് പീഡനത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. അപ്പം കോപം മനസ്സിനെ ബന്ധിക്കും, വൈരാഗ്യം പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും, പ്രതികാര ചിന്തകൾ ദൈവസമാധാനത്തെ നീക്കിക്കളയും. ചിലപ്പോൾ ചില മുറിവുകൾ ആഴത്തിലുള്ള മുറിവുകളാകാം. പക്ഷെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കുന്നതല്ല. ക്ഷമിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ ഹൃദയത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തിരികെ ക്ലെയിം ചെയ്ത് വാങ്ങുക. ഇനി വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. വിശ്വാസം ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ഗേറ്റാണ്. എന്നാൽ ഭയമാകട്ടെ ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ജോബിൻ്റെ പുസ്തകം 3:25 ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. അപ്പോൾ ഇത് എല്ലാ സാഹചര്യത്തിലും ഒരേ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വചനമല്ല. എങ്കിലും ഭയത്തിൻ്റെ ആത്മീയ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ഭയം ഒരു
കാന്തം പോലെയാണ്, ഒരു മാഗ്നറ്റ് പോലെയാണ്. ഭയം മനസ്സിനെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറ്റി ശത്രുവിൻ്റെ സാധ്യതകളിലേക്ക് നമ്മളെ നോക്കാൻ പ്രേരിപ്പിക്കും. അപ്പം ഭയം പറയുന്നത് ഇത് സംഭവിക്കും, നീ നശിക്കും, നിൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിൻ്റെ രോഗം മാറത്തില്ല, നിൻ്റെ മക്കൾ തിരികെ വരാൻ പോകുന്നില്ല, ദൈവം നിന്നെ കേൾക്കുന്നില്ല. പക്ഷെ വിശ്വാസം പറയുന്നത് എന്താണ്? എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, യേശുവിൻ്റെ രക്തം സംസാരിക്കുന്ന രക്തമാണ്, ദൈവത്തിൻ്റെ വചനം സത്യമാണ്, ദൈവം എൻ്റെ അഭയകേന്ദ്രമാണ്, എൻ്റെ കുടുംബത്തെ കർത്താവ് വിസിറ്റ് ചെയ്യും. ഭയം ഒരു വാതിലാണ്, അപ്പോൾ അതിനെ നമ്മൾ അടയ്ക്കണം. ഹല്ലേലൂയ. വിശ്വാസം ഒരു വാതിലാണ്, അതിനെ നമ്മൾ തുറന്നു കൊടുക്കണം. ഇനി മറ്റൊരു ഗേറ്റ് വേ എന്ന് പറയുന്നത് കണ്ണുകളാണ്. അപ്പോൾ കണ്ണുകൾ വെറും ഒരു ശരീര അവയവം മാത്രമല്ല, കണ്ണുകൾ ആത്മാവിലേക്ക് ചിത്രങ്ങളെ കൊണ്ടുവരുന്ന വാതിലുകളാണ്. അപ്പോൾ അശുദ്ധ ചിത്രങ്ങൾ, മോഹങ്ങൾ, തെറ്റായ മാധ്യമങ്ങൾ, ഇവയെല്ലാം ഹൃദയത്തിൽ ചില വിത്തുകളെ വിതച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പലരും പ്രാർത്ഥനയിൽ ശുദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കണ്ണുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ശുദ്ധി എങ്ങനെ വരും? നമുക്ക് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല, നമ്മൾ വീണു പോകും. ഇപ്പം ദാവീദിൻ്റെ കേസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ദാവീദ് വീണത് ആദ്യം പ്രവൃത്തിയിലല്ല, ആദ്യം കാഴ്ചയിൽ. പിന്നെ അവൻ എന്ത് ചെയ്തു? കണ്ടതിനെ ആഗ്രഹിച്ചു, പിന്നെ ആഗ്രഹിച്ചതിനെ വിളിച്ചു, പിന്നെ വിളിച്ചതുമായി തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇന്ന് ദൈവം പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ വാതിലുകളെ നമ്മൾ സൂക്ഷിക്കണം. ഇനി ഇതോടൊപ്പം തന്നെ നാവിൻ്റെ വാതിലുകൾ നമ്മൾ സൂക്ഷിക്കണം. നാവിൽ ജീവനും മരണവും വിളിച്ചു വരുത്താനുള്ള ശക്തിയുണ്ട്. ചിലർ സ്വന്തം ജീവിതത്തിനെതിരെ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നു. എനിക്കൊന്നും നടക്കത്തില്ല, ഞാൻ എപ്പോഴും പരാജയമാണ്, എൻ്റെ മക്കൾ ഒരിക്കലും ശരിയാവില്ല, എൻ്റെ കുടുംബത്തിൽ എപ്പോഴും ശാപം മാത്രമേ ഉള്ളൂ, ഞാൻ രോഗിയായി തന്നെ മരിക്കും, ഞാൻ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു. ഇങ്ങനെ വെറും വാക്കുകളല്ല നമ്മളിനി പ്രഖ്യാപിക്കേണ്ടത്. കാരണം നാവിന് മരണത്തെയും ജീവനെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പം ശത്രു പലപ്പോഴും നമ്മുടെ വായിലൂടെ നമ്മുടെ ജീവിതത്തിനെതിരെ നമ്മൾ തന്നെ പറഞ്ഞ ചില വാക്കുകളെയാണ് അവൻ സാക്ഷ്യങ്ങളായി, ടെസ്റ്റിമണികളായി ദൈവത്തിൻ്റെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പം ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വരണം. ശാപമല്ല, ഭയമല്ല, നിരാശയല്ല, തോൽവിയല്ല. നമ്മൾ പറയണം, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മോചിക്കപ്പെട്ടവൻ, എൻ്റെ വീട് കർത്താവിൻ്റേതാണ്, എൻ്റെ മക്കൾ യഹോവയുടെ അവകാശമാണ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്, എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഹല്ലേലൂയ ഈ ഭൂമിയിലെങ്ങും വിജയിക്കുകയില്ല. അപ്പോൾ വാക്കുകൾ വാതിലുകളെ തുറക്കും. അതിനാൽ തെറ്റായ വാക്കുകൾ കൊണ്ട് ശത്രുവിന് നമ്മൾ വാതിലുകൾ തുറന്നു കൊടുക്കരുത്. ഇനി അവസാനമായിട്ട്, എല്ലാ ബന്ധങ്ങളും ദൈവത്തിൽ നിന്നല്ല. ചില ബന്ധങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കും, ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. അപ്പോൾ ഒരു തെറ്റായ ബന്ധം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും. ഒരു തെറ്റായ ബന്ധം നമ്മുടെ വിശുദ്ധിയെ കുറയ്ക്കും. ഒരു തെറ്റായ ബന്ധം ദൈവത്തിലുള്ള നമ്മുടെ ഭയത്തെ കുറയ്ക്കും. ഒരു തെറ്റായ ബന്ധം നമ്മുടെ വിളിയെ ചിലപ്പോൾ വൈകിപ്പിക്കും. ഒരു തെറ്റായ ബന്ധം നമ്മുടെ ആത്മീയ കേൾവിയെ മലിനമാക്കും. ഇപ്പോൾ സാംസൺ, ദലൈല, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാംസൺ ഒരു സ്ത്രീയുടെ അടുക്കൽ മാത്രമല്ല ഉറങ്ങുന്നത്. തൻ്റെ അഭിഷേകത്തിൻ്റെ സീക്രട്ട്, രഹസ്യം ശത്രുവിന് അടിമ വെച്ചുകൊണ്ടാണ് ശരിക്കും കിടന്നുറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ വരും, പക്ഷേ അവസാനം അത് അഭിഷേകത്തെ മുറിച്ചു കളയും. ചില ബന്ധങ്ങൾ സൗഹൃദത്തിൻ്റെ പേരിൽ വരും, പക്ഷേ അവസാനം അത് ദൈവത്തിൽ നിന്ന് നമ്മെ നീക്കിക്കളയും. ചില ബന്ധങ്ങൾ സഹതാപത്തിൻ്റെ പേരിൽ വരും, പക്ഷേ അവസാനം അത് ആത്മാവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെ പ്രവേശിപ്പിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, പക്ഷേ എല്ലാവർക്കും നമ്മുടെ ഉള്ളറകളിലേക്ക് പ്രവേശനം കൊടുക്കരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ പൂർവീയ കരാറുകൾ, വിഗ്രഹാരാധന, തലമുറയുടെ വാതിലുകളൊക്കെ ചിലപ്പോൾ തുറന്നു കിടപ്പുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിടുതൽ ശുശ്രൂഷയിലൊക്കെ ഡീൽ ചെയ്യുന്ന പല വാതിലുകളാണല്ലോ. അപ്പോൾ ചിലർ വിടുതൽ വേണമെന്ന് പറയും, പക്ഷേ വാതിലുകൾ അടയ്ക്കുവാൻ തയ്യാറല്ല. ചിലർ പ്രാർത്ഥന വേണമെന്ന് പറയും, പക്ഷേ അനുസരണക്കേട് വിട്ടുകളയാൻ തയ്യാറല്ല. ചില പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം വേണമെന്ന് പറയും, പക്ഷേ തെറ്റായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ തയ്യാറല്ല. ചില സമാധാനം വേണമെന്ന് പറയും, പക്ഷേ ക്ഷമിക്കാൻ തയ്യാറല്ല.
പ്രിയപ്പെട്ടവരെ, നമ്മൾ തുറന്നു കൊടുത്ത വാതിലുകൾ അത് അടയ്ക്കാതെ അതിലൂടെ വരുന്ന ആക്രമണത്തെ മാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് കരച്ചിൽ മാത്രമല്ല. മാനസാന്തരം എന്ന് പറയുന്നത് തെറ്റായ വാതിലുകളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ സിസ്റ്റത്തിലേക്ക്, ദൈവത്തിൻ്റെ വാതിലുകളിലേക്ക് നമ്മൾ നടന്നു വരുന്നതാണ്. മാനസാന്തരം എന്നത് പാപത്തിന് നൽകിയ സമ്മതം പിൻവലിക്കുന്നതാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ അവകാശം നിയമപരമായി നമ്മൾ റദ്ദ് ചെയ്യുന്നതാണ്. കർത്താവെ ക്ഷമിക്കണം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. ഇനി ഞാൻ ആ വാതിൽ തുറക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നത് മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലിന് പുറത്തു നിന്ന് മുട്ടുന്നു. ചിലപ്പോൾ യേശു കർത്താവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതെ വാതിലിന് പുറത്ത് നിൽക്കുന്നുണ്ടാവാം. കാരണം മറ്റെന്തൊക്കെയോ കയറിയിരിക്കുകയാണ്. അഹങ്കാരം ചിലപ്പോൾ കയറിയിരിക്കുന്നുണ്ടാകാം, സ്വാർത്ഥത കയറിയിരിപ്പുണ്ടാകാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പല മേഖലകൾ കയറിയിരിപ്പുണ്ടാകാം, മതപരമായ റിലീജിയസ് മൈൻഡ് സെറ്റുകൾ അകത്തുണ്ടാകാം. അപ്പോൾ ഇന്ന് യേശു കർത്താവ് വന്ന് ഹൃദയത്തിൻ്റെ വാതിലുകളെ മുട്ടുന്നു. നമ്മുടെ ശുശ്രൂഷയുടെ വാതിലുകളെ യേശു കർത്താവ് മുട്ടുന്നു. നമ്മുടെ രഹസ്യ ജീവിതത്തിൻ്റെ വാതിലിനെ യേശു കർത്താവ് മുട്ടുന്നു. യേശു പറയുന്നു, വാതിൽ തുറക്കുക, എങ്കിൽ ഞാൻ അകത്തു വരും. ഇനി നമുക്ക് ആത്മീയമായിട്ടൊന്ന് പരിശോധിക്കാം. എൻ്റെ ഹൃദയത്തിൽ ശത്രുവിന് തുറന്നു കൊടുത്ത വാതിലുകളുണ്ടോ? എൻ്റെ കണ്ണുകൾ വഴി മലിനമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അകത്ത് പ്രവേശിക്കുന്നുണ്ടോ? എൻ്റെ വായിലൂടെ ശാപവാക്കുകൾ പുറപ്പെടുന്നുണ്ടോ? എൻ്റെ ബന്ധങ്ങളിൽ ദൈവവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ വാതിൽ അടഞ്ഞുപോയിട്ടുണ്ടോ? എൻ്റെ കുടുംബ മേഖലയിൽ യേശുവിൻ്റെ രക്തത്താൽ അടയ്ക്കേണ്ട പഴയ വാതിലുകളുണ്ടോ? എൻ്റെ ജീവിതത്തിൽ യേശു പുറത്തുനിന്ന് മുട്ടുന്ന എന്തെങ്കിലും മേഖലകളുണ്ടോ? ഇന്ന് ദൈവത്തിൻ്റെ മുൻപിൽ സത്യസന്ധമായിട്ട് ഒന്നും മറച്ചു വെക്കാതെ, യാതൊന്നും ന്യായീകരിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എല്ലാ വാതിലുകളെയും അടയ്ക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഈ വർഷത്തെ ഫിസിക്കൽ മീറ്റിങ്ങുകളെക്കുറിച്ച് വേഗം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ മീറ്റിങ്ങിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. മറ്റ് മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, സർപ്പശക്തി എന്നുള്ള വിടുതൽ. ഇങ്ങനെ വ്യത്യസ്ത ഡെലിവറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളാണ് 2 ദിവസങ്ങളിൽ 6 സെഷനുകളായി നമ്മൾ കവർ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലിങ്കുകൾ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻക്വയറികൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ വിടുതൽ സൗഖ്യ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് www.nmgglobal.org. ഹല്ലേലൂയ. നസ്രത്ത് മിനിസ്ട്രിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്. നസ്രത്ത് മിനിസ്ട്രി എൻഡ് ടൈം ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. പൈശാചിക സ്പിരിറ്റുകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷകൾ ഈ മിനിസ്ട്രിയിലൂടെ കഴിഞ്ഞ 3 വർഷമായി ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെയ്യുന്നു. ഇന്ത്യയിലും ആ ശുശ്രൂഷകൾ വളരെ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നു. മീറ്റിങ്ങുകളിലേക്ക് നിങ്ങൾ എത്തിയാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിടുതൽ പ്രാപിക്കാം. നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാനിപ്പോൾ വരുന്നു. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ തുറന്നുപോയ എല്ലാ ആത്മീയ വാതിലുകളും പരിശുദ്ധാത്മാവെ അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി നൽകണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ അങ്ങേക്ക് ഇപ്പോൾ തുറന്നു നൽകുന്നു. എൻ്റെ മനസ്സിൻ്റെ വാതിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുകളുടെ വാതിൽ ഞാൻ അങ്ങയുടെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ ശുദ്ധീകരിക്കുന്നു. എൻ്റെ ചെവികളുടെ വാതിൽ ഞാൻ അങ്ങയുടെ വചനം മാത്രം കേൾക്കുവാൻ സമർപ്പിക്കുന്നു. എൻ്റെ വായിൽ തുറന്നു വരുന്ന വാതിലുകൾ ശാപത്തിനല്ല, മറിച്ച് അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ക്ഷമിക്കാത്ത മനസ്സിലൂടെ ഞാൻ ശത്രുവിനെ തുറന്നു കൊടുത്ത വാതിലുകളുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ക്ഷമിക്കണമേ. ആ വാതിലുകളെ യേശുവിൻ നാമത്തിൽ ഞാനിപ്പോൾ അടയ്ക്കുന്നു. ഭയത്തിലൂടെ ഞാൻ ശത്രുവിന് തുറന്നു കൊടുത്ത എല്ലാ വാതിലുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അടച്ചു പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായ കാഴ്ചകളിലൂടെ ശത്രുവിന് തുറന്നു കൊടുത്ത എല്ലാ ആത്മീയ വാതിലുകളെയും യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു. കോപം, അസൂയ, അഹങ്കാരം, കള്ളം, രഹസ്യ പാപങ്ങൾ, അനുസരണക്കേട്, ഇതിലൂടെ ദുഷ്ടന് തുറന്നു കൊടുത്ത എല്ലാ വാതിലുകളും നസ്രായനായ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദൈവവിരുദ്ധമായ വാതിലുകളും ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജനറേഷനിൽ തുറന്നു കിടക്കുന്ന എല്ലാ പൈശാചിക വാതിലുകളും നസ്രായനായ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിഗ്രഹാരാധനയുടെ വാതിലുകൾ, മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, രക്തസമർപ്പണത്തിൻ്റെ, അശുദ്ധ ബന്ധനങ്ങളുടെ ഒക്കെ വാതിലുകൾ നസ്രായനായ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ക്ലോസ് ചെയ്യുന്നു, ഷട്ട് ചെയ്യുന്നു. എൻ്റെ ഭവനത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗീയ വാതിലുകൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ വിടുതലിൻ്റെ ഒരു വാതിൽ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. യേശു കർത്താവെ, അങ്ങ് തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല, അങ്ങ് അടച്ചാൽ അതാർക്കും തുറക്കാനും സാധിക്കത്തില്ല. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരത്താൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. മാത്രമല്ല, കർത്താവ് നേരിട്ട് തന്നെ പല പൈശാചിക വാതിലുകളും എൻ്റെയും എൻ്റെ ജനറേഷനിലും അടയ്ക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേചനം നൽകണമേ. എനിക്ക് വിശുദ്ധിയുടെ വരം നൽകണമേ. അനുസരിക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ ആത്മീയ വാതിലുകളെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ആത്മീയ വാതിലുകൾ ഞാനിപ്പോൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനം കർത്താവിൻ്റെ അധീനതയിൽ ആയി മാറട്ടെ. എൻ്റെ മനസ്സ് കർത്താവിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. എൻ്റെ തലമുറകൾ യേശുക്രിസ്തുവിൻ്റെ അധികാരത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജയമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഹൃദയം ഒരു വാതിലാണ്, കണ്ണ് ഒരു വാതിലാണ്, ചെവി ഒരു വാതിലാണ്. ഹല്ലേലൂയ. വായ ഒരു വാതിലാണ്, ബന്ധങ്ങൾ ഒരു വാതിലാണ്, വീട് ഒരു വാതിലാണ്, കുടുംബ രേഖകൾ അല്ലെങ്കിൽ ജനറേഷണൽ ലൈൻ പോലും ആത്മീയമായി പല വാതിലുകളുമായി കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ എല്ലാത്തിനും ഉപരി യേശുക്രിസ്തുവാണ് രക്ഷയുടെ വാതിൽ. ആമേൻ. അപ്പോൾ അവനിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനിൽ മറഞ്ഞിരിക്കുന്നവൻ സംരക്ഷിക്കപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരോ ശത്രുവിനൊരിക്കലും അവരെ അവകാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളിലും യേശുവിൻ്റെ രക്തത്താൽ ഇങ്ങനെ എഴുതപ്പെടട്ടെ: എൻ്റെ ഭവനം യേശുക്രിസ്തുവിൻ്റെതാണ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, എൻ്റെ കുടുംബം കർത്താവിൻ്റെ അവകാശമാണ്, എൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ കാക്കപ്പെടട്ടെ. ജീവിതത്തിലെ തെറ്റായ വാതിലുകൾ യേശുവിൻ നാമത്തിൽ എന്നേക്കുമായി അടയപ്പെടട്ടെ. സ്വർഗീയ വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതലും സമാധാനവും സംരക്ഷണവും നിങ്ങളെ, നിങ്ങളുടെ ഭവനങ്ങളെ പൊതിയുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.